നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കൊച്ചിയിലേക്ക് രാഹുൽ കെ പി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമോ എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. ഇന്ന് മനോരമ ഡെയിലിയിൽ നമ്മൾ കണ്ടു, അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ളൊരു ക്ലോസ് കോൺട്രാക്റ്റിലുണ്ട് എന്ന്, ട്രാൻസ്ഫർ കോൺട്രാക്റ്റിലുണ്ടായിരുന്നു എന്ന്. മാർക്കസ് ബെർഹുലാവോ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തി. അദ്ദേഹം അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, രാഹുൽ കെ പിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ളൊരു ക്ലോസ് ഈ ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിലുണ്ട്. പക്ഷേ ഒഡീഷയ്ക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ കളിപ്പിക്കാം, അതിന് പക്ഷേ ഒരു ബിഗ് പ്രൈസ് കൊടുക്കേണ്ടി വരും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സോ ഇതിലൊരു വ്യക്തത എന്ന് പറഞ്ഞാൽ, രാഹുൽ കെ പിക്ക് KBFC-ക്കെതിരെ നോൺ അപ്പിയറൻസ് ക്ലോസ് ഉള്ളതുകൊണ്ട് ഒഡീഷ FC-ക്ക് വേണ്ടി കളിക്കാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ കളിക്കണമെങ്കിൽ അപ്പിയറൻസ് ഫീ നൽകണം ബ്ലാസ്റ്റേഴ്സിന്. അത് താരമോ ക്ലബ്ബോ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം, എങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രോഹൻ ശർമ്മ, ഒഡീഷ FC-യുടെ ഓണർ, ഈ വിഷയത്തിലൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, ഇങ്ങനൊരു ക്ലോസ് ഞങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ട്. അത് എഗ്രി ചെയ്യാനുള്ള കാരണം ടു അവോയ്ഡ് പേയിങ് എ ട്രാൻസ്ഫർ ഫീ. ട്രാൻസ്ഫർ ഫീ, ബ്ലാസ്റ്റേഴ്സിന് ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ഫീ കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് എഗ്രി ചെയ്തത്. രാഹുലിന് ഇപ്പോൾ തന്നെ കിട്ടണം, സീസണിന് അവസാനമല്ല, ഇപ്പോൾ തന്നെ രാഹുലിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു ക്ലോസ് എഗ്രി ചെയ്തതാണ്. രണ്ട് സൈഡിനും, അതായത് ബ്ലാസ്റ്റേഴ്സിനും ഒഡീഷ FC-ക്കും കുറച്ച് ചെറിയ നഷ്ടങ്ങളുണ്ടായി. ലോസ്റ്റ് സംതിങ് ടു ഗെയിൻ സംതിങ്. അതിലൂടെ കുറച്ച് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഐ മെ നോട്ട് ലവ് ഇറ്റ്. ഈ ഒരു ക്ലോസ് ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല, പക്ഷേ ഇറ്റ്സ് ഫെയർ കൺസിഡറിങ് രാഹുൽ ഓൾറെഡി വൺ അസ് എ പോയിന്റ്. ഞങ്ങൾക്കിപ്പോൾ ഓൾറെഡി രാഹുലിനോടൊരു പോയിന്റ് കഴിഞ്ഞ കളിയിൽ ലഭിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഓൾറെഡി ഇറ്റ്സ് ഫെയർ, കാരണം ഓൾറെഡി രാഹുൽ വൺ അസ് എ പോയിന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ സംഗതി ഇത്രയേ ഉള്ളൂ. രാഹുലിന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സീസൺ അവസാനം വരെ കരാറുണ്ടായിരുന്നതാണല്ലോ. എന്ത് അദ്ദേഹം ഒഡീഷയിലേക്ക് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചു പോകണമെങ്കിൽ? അപ്പം അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഈ സീസണിന് അവസാനം മാത്രമേ അദ്ദേഹത്തെ ഒഡീഷ FC-ക്ക് കിട്ടുകയുള്ളൂ. ഈ ട്രാൻസ്ഫർ ഫീ ഒഴിവായി കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചാൽ. അത് വേണം ഈ രോഹൻ ശർമ്മയുടെ ഈ ഒരു ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ രണ്ടു പേർക്കും ഗുണകരമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു, ഒരു ക്ലോസ് ആയിരുന്നു ഇത് എന്നാണ് ഇപ്പോൾ രോഹൻ ശർമ്മ പറയുന്നത്. ഇറ്റ്സ് എ ക്ലോസ് വി എഗ്രീഡ് സോ ടു അവോയ്ഡ് പേയിങ് എ ട്രാൻസ്ഫർ ഫീ. അവിടെ പിടിക്കണം. ട്രാൻസ്ഫർ ഫീ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എഗ്രി ചെയ്ത ക്ലോസ് ആണിത്. നോക്കുക, ഇവിടെ എന്തൊക്കെ തള്ളായിരുന്നു. 25 ലക്ഷത്തിൽ കുറയാത്ത ട്രാൻസ്ഫർ ഫീ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതിലൂടെ ലഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പടച്ചു വിട്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതാണ്, അത് ഒരു ട്വിറ്റർ ഹാൻഡിലാണ് പടച്ചു വിട്ടത്. അതിനെ തുടർന്ന് പലരും അത് ആഘോഷിക്കുകയുണ്ടായി. ട്രാൻസ്ഫർ ഫീ നിങ്ങൾ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷെ നമ്മളതിലേക്ക് പോയിരുന്നില്ല, കാരണം അതിൻ്റെ വിശ്വാസ്യതയിൽ നമുക്ക് സംശയമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ രോഹൻ ശർമ്മ അതിനെക്കുറിച്ച് ആ ട്വിറ്റർ ഹാൻഡിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇഫ് വി പെയ്ഡ് സച്ച് എ ഫീ, ഞങ്ങൾ അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വൈ ഡിഡ്ന്റ് ഈദർ ടീം പുട്ട് ഇറ്റ് ഇൻ ദി അനൗൺസ്മെന്റ് ദാറ്റ് ദേ പെയ്ഡ് ഓർ റിസീവ്ഡ് ആൻ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ട് കം ഓൺ നൗ എന്ന് അദ്ദേഹം അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ട്രാൻസ്ഫർ അനൗൺസ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അൺഡിസ്ക്ലോസ്ഡ് ഫീ, നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിൽ അൺഡിസ്ക്ലോസ്ഡ് എമൗണ്ടിന് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് അദ്ദേഹം കൃത്യമായി ചോദിക്കുന്നത്. ഈസ് ദിസ് വീക്ക് ദി വീക്ക് വി ജസ്റ്റ് ലൈ അബൌട്ട് ഒഡീഷ FC എന്ന് പറഞ്ഞുകൊണ്ട് ഡിഡ് ഐ മിസ് എ മെമോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തള്ളായിരുന്നു എന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും അത് അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ജാലകം ഒക്കെ തുറന്നിരിക്കുമ്പോൾ പലരും പലതും പടച്ചു വിടും. നമുക്കതിൻ്റെ പിന്നാലെ എങ്ങനെ പോകാൻ പറ്റില്ല, പല റൂമറുകളുണ്ടാവും. ഇപ്പോൾ ഇതേ പേജ് തന്നെ, ഈ ട്വിറ്റർ ഹാൻഡിൽ തന്നെ ഇന്നലെ മിലോസ് ഡെൻസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് വീഡിയോ ചെയ്തിട്ടില്ല. അതിൽ മിലോസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ശ്രമിക്കുന്നു എന്ന തരത്തിലായിരുന്നു വാർത്ത. നമ്മളത് ചെയ്യാതിരിക്കാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. ക്രെഡിബിലിറ്റി ഉള്ള സോഴ്സുകളിൽ ഈ വാർത്ത, ഇപ്പോൾ ഇതേ വാർത്ത തന്നെ മിലോസ്
പുറത്തേക്ക് പോകുന്ന വാർത്ത നമുക്ക് വിശ്വാസയോഗ്യം എന്ന് തോന്നിയ സോഴ്സിൽ വന്നാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു തള്ളു പൊളിഞ്ഞ കഥ കൂടി ഇതോടൊപ്പം അങ്ങ് അറിയേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.